ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സിമ്പിളായിട്ടുള്ളൊരു മാല ഉണ്ടാക്കാനാണ് പോകുന്നത്. ഗിയർ വയറിലൊരു മാല, ഇൻവിസിബിൾ ചെയിൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മാലയാണ്. അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് എടുക്കുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. നമുക്ക് വേണ്ടത് ഗിയർ വയറിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഗിയർ വയർ വേണം, സ്റ്റോപ്പർ വേണം, പേള് വേണം. പേളും കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ പേളും ക്രിസ്റ്റലും കൂടെ ചേർത്തിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ബ്ലൂ ക്രിസ്റ്റൽ. എൻ്റെ ബാഗില്ലേ, ബാഗിന് മിച്ചം വന്ന കുറച്ച് ബീഡുണ്ടായിരുന്നു, അപ്പം അത് വെച്ചിട്ടുള്ള ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പം ഈ ക്രിസ്റ്റലും വൈറ്റ് പേളും കൂടെ വെച്ചിട്ടുള്ള ഒരു മാലയാണ് ഉണ്ടാക്കുന്നത്. കൊച്ചു പിള്ളേർക്ക് ഉപയോഗിക്കാത്ത രീതിയിലുള്ള മാലയാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് ക്യാമറയിൽ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. നമുക്ക് ഈ മാല ചെയ്യാനായിട്ട് വേണ്ടുന്നത്, ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഗിയർ വയറാണ്. ഗിയർ വയറിലാണ് നമ്മൾ മാല ഉണ്ടാക്കുന്നത്. പിന്നെ വേണ്ടുന്നത് പേള്. ഇത് 4 mm ജാപ്പനീസ് പേളാണ്. പിന്നെ 8 mm ബ്ലൂ ക്രിസ്റ്റൽ. പിന്നെ നമുക്ക് വേണ്ടത് സ്റ്റോപ്പർ, സൈഡ് റിങ്, കൊളുത്ത്. ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഈ മാല ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. പിന്നെ കട്ടിംഗ് പ്ലെയർ, പ്രസ്സിംഗ് പ്ലെയർ, ഇത്ര സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ മാല ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ മാലയുടെ അളവിലാണ് നമ്മൾ ഈ മാല ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗിയർ വയർ ഈ നീളത്തിന് ആദ്യം കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഫസ്റ്റ് ചെയ്യേണ്ടത് സ്റ്റോപ്പർ ഇടണം. പിന്നെ പേള്, 4 mm പേള്, ക്രിസ്റ്റൽ, പേള്, വീണ്ടും സ്റ്റോപ്പർ. ഇതിട്ടിട്ട് ഇതിൻ്റെ സെൻട്രലായിട്ട് ഇത് കൊണ്ടുവരണം. സെൻട്രലായിട്ട് ഇങ്ങനെ കൊണ്ടുവരണം. ഇങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം ഈ സ്റ്റോപ്പർ ഇവിടെ വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ മുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാതെ ഒരിടത്ത് തന്നെ നിൽക്കും. സ്റ്റോപ്പറിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തു, അതവിടെ നിന്നു. അടുത്ത് അതുപോലെ തന്നെ ഇതും അതുപോലെ സ്റ്റോപ്പർ അവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ മുത്ത് അവിടെ ടൈറ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാതെ ടൈറ്റായിട്ട് തന്നെ നിൽക്കും. ഇനി ചെയ്യേണ്ടത് അടുത്ത സ്റ്റോപ്പർ ഇടണം. ഈ മാല മുന്നേ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ലോങ് വീഡിയോ ഒക്കെ എടുക്കുന്നതിന് മുന്നേ ആ സൈഡിൽ ആ ഇത് വെച്ച് പിടിച്ച് അതിൻ്റെ ഇതായിപ്പോയി. സ്റ്റോപ്പർ ഇടുക. ഇനി എത്ര നീളം കഴിഞ്ഞിട്ടാണ് നമുക്ക് മുത്തിടേണ്ടതെന്ന് വെച്ചാൽ അത്രയും നീളം. ഞാനിപ്പോൾ ഇത്രയും ഗ്യാപ്പാണ് ഇടുന്നത്. ഗ്യാപ്പിൻ്റെ ഇവിടെ വെച്ച് നമുക്ക് ഈ സ്റ്റോപ്പർ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നേരത്തെ ഇട്ടതുപോലെ തന്നെ 4 mm പേള്, ക്രിസ്റ്റൽ, പേള്. സ്റ്റോപ്പർ ഇട്ടപ്പോൾ അത് അവിടെ വന്ന് നിന്നു. അടുത്തിനി സ്റ്റോപ്പർ ഇട്ട് അവിടെ മുത്ത് അങ്ങോട്ട് ഓടാതിരിക്കാനായിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തുക. ഭയങ്കര സിമ്പിളാണ്, കുറച്ച് സാധനങ്ങൾ മതി. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കും ടീനേജ് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും ഈ മാല. വീണ്ടും സ്റ്റോപ്പർ ഇട്ട് എത്ര ഡിസ്റ്റൻസ് ആണ് വേണ്ടത് അത്രയും വിട്ടിട്ട് വീണ്ടും കൊരുക്കുക. ഇവിടെ ഇത് വെച്ച് ടൈറ്റ് ചെയ്യണം.
സൈഡ് റിങ് ഇടാനുള്ളതാണ്. അത് നമ്മൾ ആദ്യം സ്റ്റോപ്പർ ഇട്ടു, പിന്നെ സൈഡ് റിങ് ഇട്ടു. പിന്നെ ചെയ്യേണ്ടത് ഈ ഗിയർ വയറിനെ നമ്മൾ ഈ സ്റ്റോപ്പറിനകത്തൂടെ കയറ്റുക. സ്റ്റോപ്പറിനകത്തൂടെ കയറ്റിയിട്ട് ഇതിവിടെ ടൈറ്റ് ചെയ്യണം. അപ്പോൾ അതവിടെ ടൈറ്റായിട്ട് അവിടെ ഇരുന്നോളും. ഇവിടെ അതുപോലെ തന്നെ സ്റ്റോപ്പർ, സൈഡ് റിങ് തിരിച്ച് ഗിയർ വയർ ഈ സ്റ്റോപ്പറിനകത്തൂടെ കയറ്റി ടൈറ്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇനി കൊളുത്തിട്ട് കഴുത്തിലിടാം. അപ്പോൾ ഇതാണ് മാല. ഞാൻ കഴുത്തിലിട്ട് കാണിച്ചു തരാം. ഇങ്ങനെ കിടക്കും മാല. ചെറിയ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. കോളേജ് പഠിക്കുന്ന കുട്ടികൾക്ക്, അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും. നമുക്ക് വേണമെങ്കിൽ ഇടാം, ചുരിദാറിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കാം. കൊള്ളാം. ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിത് ബാക്ക് ക്യാമറയിൽ കൂടെ കാണിച്ചു തരാം ഇതിൻ്റെ ലുക്ക് എങ്ങനെയാണെന്നുള്ളത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. എന്ന് പറയുന്നത് ഇതാണ് മാലയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. കയ്യിൽ കിട്ടുന്നില്ല പിടിക്കാൻ. ഇതാണ്, ഇങ്ങനെയാണ് മാലയുടെ ലുക്ക് വരുന്നത്. പെട്ടെന്നൊരു ഒരു മാല ഉണ്ടാക്കി ഉപയോഗിക്കാമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇത് ഒരുപാട് ലാസ്റ്റ് ചെയ്യുന്നില്ല. അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെ ഇതങ്ങ് പോവും. ചെയിനിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറേ കാലം നമുക്ക് ഉപയോഗിക്കാം. ഇത് പിന്നെ പിള്ളേർ ട്രെൻഡിനൊപ്പം ഉപയോഗിക്കാമല്ലോ.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ മാല ചെയ്യുന്നത് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.